ജീവിതത്തിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും തട്ടേ കയറി കഴിഞ്ഞാൽ നമ്മള് മട്ടുമാറുന്ന എല്ലാവരും പറയും അല്ലെ? ആ ഒരു അവസ്ഥയിലാണ് ഇവിടെയുള്ള എല്ലാ കണ്ടസ്റ്റൻസും. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ നമുക്ക് നമ്മുടെ സൂപ്പർ ജഡ്ജിനെ ഇൻവൈറ്റ് ചെയ്യാനുള്ള സമയമാണ്. സോ ലെറ്റ്സ് വെൽക്കം ശ്വേത മേനൻ. സ്വാസു, എന്താ ഓഫ് ക്യാമറ ഒരു കാര്യം പറയാണ്ട്, ഒന്ന് കട്ട് ചെയ്യണേ. ഇത് ഒന്ന് what kind of messages are coming? What kind of messages are coming? I want to tell you something. സ്വാസു, നമ്മളൊരു ഷോ ചെയ്യുമ്പോൾ നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഇല്ലേ? ഉണ്ട്. നമ്മളുടെ ഓരോ ആക്ഷൻസും റിയാക്ഷൻസും ആൾക്കാർ നോട്ടീസ് ചെയ്യാറില്ലേ? എന്തെങ്കിലും എവിടെയെങ്കിലും അറിയോ അറിയാതെ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യും? യു ഹാവ് ടു, ഇത്ര വലിയൊരു വേദി, ഇത്ര വലിയൊരു ഷോ കിട്ടുമ്പോൾ യു ഷുഡ് നോട്ട് ഡു എനി ബ്ലണ്ടേഴ്സ്. യു നോ ദാറ്റ്, നോ? പേര് തെറ്റിച്ചതാ? നോ. സോഷ്യൽ മീഡിയയിൽ യു എൻഡഡ് അപ്പ് സേയിങ് സംതിങ്. ഇന്ന് ഞാനൊന്നും ചെയ്തിട്ടില്ല. യു വാണ്ട് ടു സീ പ്രൂഫ്? ഉറപ്പാണോ? അതിന്റെ എക്സ്പ്ലനേഷൻ തരുമോ? നമ്മളെല്ലാവർക്കും, ഞാൻ ഇതാ പറയുന്നത്, നമ്മളെല്ലാവർക്കും ഒരു ചാൻസ് കിട്ടും. So I didn't expect this out of you. ഇന്ന് ഞാൻ സത്യമായിട്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല. അല്ല, ഇന്നല്ലേ. അപ്പോൾ അറിയോ അറിയാതെ എനിക്ക് തോന്നുന്നു നമുക്ക് ചില കാര്യങ്ങൾ നമ്മുടെ കൈവിട്ട് പോവും. എന്താ? ഐ വിൽ നോട്ട് ഷോ. ഐ വോണ്ട് എവ്രിബഡി ടു നോ. തെറ്റ് ചെയ്താൽ അതിന്റെ പനിഷ്മെന്റ് ഈ വേദിയിൽ തന്നെ കിട്ടും. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് എന്ന് ഫുൾ എക്സ്പ്ലനേഷൻ തരണം. ബിക്കോസ് നമ്മൾ അവർക്ക് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ സ്വാസിക ഇങ്ങനെ മണ്ടത്തരം ചെയ്യാൻ പാടില്ല. സാർ ഒന്ന് പ്ലേ ചെയ്യൂ സാർ സ്വാസികാന്റെ വീഡിയോ. കളരി ഇതാണോ ഇങ്ങനത്തെ ഷോ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം പ്രാക്ടീസ് ചെയ്യുന്നത്? ആരെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്? അല്ല, കളരി പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതല്ലേ? നിങ്ങളല്ലേ പറയണേ സ്ത്രീകൾ സെൽഫ് എന്തോ പഠിക്കണം. എല്ലാവരും പറഞ്ഞു സ്ത്രീകൾ ഇങ്ങനെ സെൽഫ് ഡിഫെൻസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണം. എന്തെങ്കിലും ഒരു മാസം. അതെന്താ അറിയോ, 3 മാസത്തിൽ സ്വാസിക്കേണ്ട കല്യാണം നടക്കാൻ പോവാണ്. അത് പക്ഷെ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. അതായത് ഈ എപ്പോഴും ഇങ്ങനെ ഈ എന്താ പറയാ ഗോസിപ്പ്, മറ്റത് മറിച്ചത്, അങ്ങനെ ഓരോ കാര്യം വരുമല്ലോ. ഇനി അറിയാതെ എന്തെങ്കിലും സംഭവിച്ചു പോയോ, എന്തെങ്കിലും വന്നോ എന്നൊക്കെ ഞാൻ സത്യത്തിൽ പേടിച്ചു പോയി. അപ്പൊ എന്തുകൊണ്ടാണ് ഈ കളരി പഠിക്കാനുള്ള ഈ ഒരു പ്രചോദനം എവിടെ നിന്ന് കിട്ടി? എന്തുകൊണ്ട്? അല്ല, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കളരീനെ കുറിച്ചിട്ട് നമ്മള് പല സ്ഥലത്തും ഇങ്ങനെ കേൾക്കുന്നു, നമ്മളത് പഠിക്കണം എന്ന ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പ്രോപ്പറായിട്ട് പറ്റിയില്ല. ഞാൻ റെഡ് കാർപ്പറ്റ് ഷോ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കുറെ കണ്ടസ്റ്റൻസ് വന്നു, കളരി ചെയ്യുന്ന കുറെ പെൺകുട്ടികൾ. പിന്നെ എനിക്ക് തോന്നി കുറച്ച് ഹെൽത്തി ആയിട്ടിരിക്കാനും എന്തെങ്കിലും ഒരു വർക്ക്ഔട്ട് നല്ലതാണല്ലോ. എനിക്ക് ജിമ്മിൽ പോയിട്ട് മറ്റേ വെയിറ്റ് എടുക്കുക, അങ്ങോട്ട് എറിയുക, മറ്റേ റോപ്പ് വെച്ച് ഇങ്ങനെ ചെയ്യുക ഒന്നും എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ കളരി ആവുമ്പോൾ എനിക്ക് എന്റെ ഡാൻസിനും എല്ലാത്തിനും കൂടി മാച്ച് ആവുന്ന ഒരു കാര്യം കളരിയാണെന്ന് തോന്നിയിട്ട് അങ്ങനെ ജോയിൻ ചെയ്ത 1 മാസമായിട്ടുള്ളൂ. ഇതൊക്കെ വെറുതെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ്. സത്യത്തിൽ 1 മാസമായിട്ടുള്ളൂ, ഒന്നും പഠിച്ചിട്ടില്ല. യെസ്. അപ്പൊ അങ്ങനെ ഈ സോഷ്യൽ മീഡിയ ഭയങ്കര വില്ലനായോണ്ട് എപ്പോഴും ചെറിയൊരു കാര്യം വന്നാലും ഒന്ന് പേടിച്ചു പോകും. ശ്വേതാജി പിന്നെ ഭയങ്കര അഭിനയക്കാരി ആയതുകൊണ്ട് പെട്ടെന്ന് പേടിപ്പിക്കുമല്ലോ. എന്തായാലും ആ ഒരു കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചോണ്ട് നമുക്കിനി നമ്മുടെ മെയിൻ പെർഫോമൻസിലേക്ക് പോവാം. അതായിരിക്കും നല്ലത്. ഞാൻ പോട്ടെ? പോയിക്കോളൂ.